ഹായ് ഫ്രണ്ട്സ്, വിഷു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ദാവണി എടുത്ത് വന്നിട്ടുണ്ട്. ബ്ലൗസ് ഇതിൻ്റെ അല്ല കേട്ടോ, ബ്ലൗസ് ഇതിൻ്റെ റെഡാണ് വരുന്നത്. ഞാൻ ഇതാണ് ഇട്ടത് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. സ്കിൻ കെയർ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷനാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഫൗണ്ടേഷൻ അത് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇത് എനിക്ക് ഓക്കെ തോന്നുന്നു. ഷെയ്ഡ് ചെറിയൊരു ലൈറ്റാണ് തോന്നുന്നു എനിക്ക്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് സ്ട്രോപ്പ് ക്രീം ഇട്ട് കൊടുക്കുക. ഫേസസ് കാനഡ തന്നെയാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ട് എനിക്കിഷ്ടമായി. ഫസ്റ്റ് യൂസിന് എനിക്കൊന്നും തോന്നിയില്ല, പിന്നെ ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ രണ്ടാമത്തെ കുറച്ച് അങ്ങോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ തോന്നി കേട്ടോ. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു, അതേപോലെ സ്ട്രോപ്പ് ക്രീം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഐബ്രോ ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐബ്രോ ഫില്ല് ചെയ്യണ ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കണ്ണൊക്കെ എഴുതി വന്നു. കണ്ണ് എനിക്ക് ഇതിൽ നോക്കി എഴുതാൻ അറിയില്ല, ക്യാമറയിൽ നോക്കിയിട്ട്. അപ്പോൾ ചിലപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ആവും. അപ്പോൾ കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. കണ്ണിൽ ചെറുതായിട്ട് ഞാൻ ലിപ്സ്റ്റിക് കൊണ്ട് ഐ ഷാഡോ പോലെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് പൊട്ട് വെച്ച് കൊടുത്തു. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ഇത് ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ഡാസ്ലറിൻ്റെ 829 ഷെയ്ഡാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഇതില്ല, ഷെയ്ഡ് ഞാൻ പൊട്ടിച്ച് കളഞ്ഞു, അതുകൊണ്ട് കാണുന്നില്ല. എന്നിട്ട് ഞാൻ വൈപ്സ് വെച്ചിട്ടൊന്ന് ഇതാക്കുന്നുണ്ട്, ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഇതാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഹെയർ ഞാൻ സാധാരണ ചെയ്യ കൊടുക്കാറില്ല നനഞ്ഞ മുടിയിൽ, കാരണം അത് ഒരു എന്തോ പോലെ ഒട്ടി കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ആക്കാറ് പതിവ്. എൻ്റെ സ്ട്രെയിറ്റ് മുടി ആയതുകൊണ്ട് തന്നെ അത് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മുടി കെട്ടി കൊടുക്കാം. മുടി ഞാൻ നോർമലായിട്ട് കെട്ടി കൊടുക്കുന്നുള്ളൂ. രണ്ട് സൈഡിലോട്ട് ജസ്റ്റ് മുകളിലേക്കാണ് ഞാൻ ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. സ്ലൈഡ് ആയാലും മതി കേട്ടോ. സ്ലൈഡ് ഒന്നില്ലെങ്കിൽ ചെറിയ ക്ലിപ്പോ അല്ലെങ്കിൽ ടിക് ടിക് അടിക്കണ സ്ലൈഡോ അതായാലും മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ മുടി ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. പിന്നെ കമ്മൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വള ഞാൻ പിന്നെ ഇടാറേ ഇല്ല. കമ്മലും ചെറിയ കമ്മലൊക്കെ അധികം യൂസ് ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞ് നമുക്കിനി മാല ഇട്ട് കൊടുക്കണം. കുഞ്ഞു മുടിയൊക്കെ ഞാനിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട്. ഇതാണ് എൻ്റെ മാല വരുന്നത് കേട്ടോ. ആ മാലയൊന്ന് ഇട്ട് കൊടുക്കാം. മാല ഇത് ഞാൻ കുറേ ആയി യൂസ് ചെയ്യുന്നു. അധികം അമ്പലത്തിലോട്ട് പോകുമ്പോൾ സാരിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണം കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ.